മൈസൂർ പാലസ് 5 മണി വരെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് അവിടെ ചെല്ലുമെന്നറിയത്തില്ല. ഭയങ്കര തിരക്കും ഭയങ്കര വ്യൂ ആണ്. ഈസ്റ്റർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അടുത്ത മൈസൂർ ട്രിപ്പ് പോവാണ്. അപ്പം ഏറ്റുമാരെ ഒന്ന് ബസ് കയറി ബാക്കി വിശേഷങ്ങൾ പറയാം. മൈസൂർ രാവിലെ എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാവിലെ പോയി 2 പൂരിയൊക്കെ കഴിച്ച് ഇനി അടുത്ത റൂമിലോട്ട് പോവാണ്. അപ്പോൾ റൂമിലോട്ട് ഊബർ കയറി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ റൂമിലെത്തി. റൂമിൻ്റെ കുറേയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് റൂമിന് പുറത്തെ സ്പേസാണ്. ഇത് താമസിച്ച ഹോട്ടലിൻ്റെ മേളിലുള്ള റെസ്റ്റോറൻ്റാണ്. മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുഡ് കഴിക്കാൻ വന്നൊക്കെ എന്നാ ഫുഡെന്നുള്ളതൊന്നും അറിയത്തില്ല. നല്ല ഫുഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കുറേ ചെടിയൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. സംഭവം നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഒത്തിരി ലേറ്റായി. 3 മണി 3:30 ആയി. മൈസൂർ പാലസ് 5 മണി വരെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് അവിടെ ചെല്ലുമെന്നറിയത്തില്ല. ഫുഡ് വരാൻ 10-15 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അങ്ങനെ മൈസൂർ പാലസിലെത്തി. മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വൈകുന്നേരമായി. ഇതാണ് പാലസിൻ്റെ എൻട്രി വരുന്നത്. ഗ്രൂപ്പായിട്ട് വന്നായിരിക്കും. പാലസിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അമ്പലമുണ്ട്. മൈസൂർ പാലസ് വഴി കൊള്ളാം. ഇതപ്പോൾ കണ്ടു തീരുമെന്ന് അറിയത്തില്ല. ആകെ 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ കണ്ടു തീരും എന്നതിനെപ്പറ്റി ധാരണയൊന്നുമില്ല. ഇത് പാലസിൻ്റെ വേറൊരു ഗേറ്റാണ്. പാലസിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ചെരുപ്പ് ഊരി വെക്കണം. ചെരുപ്പിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ചെരുപ്പ് ഇടുന്ന അവിടെ ഭയങ്കര തിരക്കും ഭയങ്കര വ്യൂ ആണ്. ഇത്രയും ഭയങ്കര തിരക്കാണ് ചെരുപ്പ് ഊരിയിടുന്ന സ്ഥലത്ത്. ചെരുപ്പ് ഊരിയിടുന്ന സ്ഥലത്ത് നമുക്കൊരു സേഫ്റ്റി പോലും ഉണ്ടെന്ന് സംശയമുണ്ട്. ഒരു ചാക്ക് തരും. ആ ചാക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ തിരിച്ചുകൊണ്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് ചെരുപ്പ് തിരിച്ച് കിട്ടുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി വെച്ച് അകത്തേക്ക് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ളൊരു നടുത്തളത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. വിശാലമായ നടുത്തളം. ഇതിൻ്റെ 2 സൈഡിൽ 2 സിംഹത്തിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശാലമായൊരു നടുത്തളം. മൈസൂരിലെ രാജാവായിരുന്ന കൃഷ്ണരാജ ഉടയാറിൻ്റെ രാജകുടുംബത്തിൻ്റെ കൊട്ടാരമാണിത്. ഇത് ആദ്യകാലത്ത് പൂർണ്ണമായിട്ടും തടികൊണ്ട് നിർമ്മിച്ചൊരു കൊട്ടാരമായിരുന്നു. ഇക്കാലത്ത് അത് തീപിടുത്തത്തിൽ നശിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം നിർമ്മിച്ചൊരു കൊട്ടാരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹിന്ദു, മുസ്ലിം, പേർഷ്യൻ, ഗോത്തിക് ശൈലികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പണി ശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടുത്തെ രാജാക്കന്മാരുടെയും റാണിമാരുടെയൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട്. പെട്ടികളാണ് എല്ലാം സൂക്ഷിച്ചു വെച്ചത്.
അന്തക്കാലത്തിലെ സിംഹാസനം കാര്യങ്ങളൊക്കെ ആനക്കൊമ്പ് വെച്ചുള്ള എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് നടുത്തളത്തിലെ 2 സിംഹങ്ങൾ. ഒറ്റക്കല്ലി കൊത്തിയ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടുത്തെ കൊത്തുപണിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അന്തകാലത്തിലെ മാർബിളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്നു. ഇവിടെ എന്തൊക്കെയോ ദൈവങ്ങളുടെ പ്രതിമകളും അങ്ങനെ പറയുക പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നീല ഇതൊക്കെ വരുന്ന ഭാഗം ഭയങ്കര രസമാണ് കാണാൻ. വീഡിയോയിൽ എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നേരിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതൊരു സദസ്സ് കൂടിയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. രാജാവ് ഇവിടെ ഇരിക്കുന്നു. മുകളിലൊക്കെ കിടിലം പെയിൻറ്റിങ് പോലത്തെ പരിപാടികൾ, ആർട്ട് വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മറ്റേ മൈക്കലാഞ്ചലോ ഒക്കെ ഭിത്തിക്ക് മേളിൽ യേശുക്രിസ്തുവിൻ്റെ പടം വരച്ചതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ. ഭയങ്കര രസമുണ്ട്. എൻ്റെ പുറകിൽ ഒരു സദസ്സ് കൂടിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലവും പുറകിൽ ബാൽക്കണിയും ഒക്കെ കാണാം. മേളിലാണ് ഭയങ്കര ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് രാജാവിനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഇതാണ് കൊട്ടാരത്തിൻ്റെ, ഇവിടെ നിന്നാൽ കൊട്ടാരത്തിന് ഫുള്ള് ഫ്രണ്ട് കാണാം. രാജാക്കന്മാരൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. ഒരു ഫ്രണ്ട് എന്തൊക്കെയോ നിൽക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ഫുള്ള് എല്ലാവരും അഡ്രസ്സ് ചെയ്യാം. ഇവിടെ പല ദൈവങ്ങളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പതിച്ചിട്ടുണ്ട്. നീല കളർ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അമ്പോ കിടില ഫുള്ള് സ്വർണ്ണമാണെന്ന് തോന്നുന്നു. ബാക്കിൽ കണ്ട ഫുള്ള് ഗോൾഡൻ കളറ് അടിപൊളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നു നല്ല അടിപൊളി. പ്രത്യേക രീതിയിൽ സ്പൈറൽ രീതിയിൽ കറങ്ങി കറങ്ങി പോകുന്ന സ്റ്റെപ്പുകൾ. നമ്മളെ ചെരുപ്പ് വെച്ചേക്കുന്ന സ്ഥലത്തെത്തി വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഷൂക്ക് മേടിച്ചോണ്ട് ഇറങ്ങണം. അങ്ങനെ ഭാഗ്യം നമ്മുടെ ചെരുപ്പ് രണ്ടും തിരിച്ചിട്ടിരിക്കുകയാണ്. കണ്ടിറങ്ങി ക്ഷീണിച്ച് അത്യാവശ്യം നന്നായിട്ട് കാണാറുണ്ട്. പിന്നെ തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങുകയാണ് ചെയ്തത്. തിരക്കും ഉണ്ടായിരുന്നു, സമയം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങി. പിന്നെ ഫുള്ള് മലയാളീസാണ്. ക്യൂവിൽ മൊത്തം മലയാളീസാണ്. ക്യൂ കാണുന്നതും ഇവിടെ നിൽക്കുന്നതൊക്കെ ഫുള്ള് മലയാളീസ്. കൊട്ടാരത്തിൻ്റെ സൈഡിൽ തന്നെ പ്രസന്നകൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഒരമ്പലം ഇവിടെയുണ്ട്. ഒരമ്പലം നമുക്ക് നേരെ കാണാം. കൊട്ടാരം കണ്ട് നടന്ന് മടുത്തിരിക്കുക. അപ്പം മടുത്തിറങ്ങി വരുമ്പോൾ ഒരാൾ ചായയും കൊണ്ട് വന്ന് അപ്പം ചായ കുടിക്കുക. ഇവിടുത്തെ ചായ നമ്മുടെ അവിടുത്തെ ചായ പോലെ അച്ചിരി ഉണ്ട്. ഒടുക്കത്തെ മധുരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.